ഹൈപ്പർ ടെൻഷൻ ഡേ ആയിട്ടാണ് ആചരിക്കപ്പെടുന്നത്. സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിതമായ രക്തസമ്മർദ്ദം. നമ്മുടെ രക്തക്കൊള്ളികളിലെ പ്രഷറിന്റെ അളവ് ഒരു തോതിൽ അധികമാകുന്നതിനെയാണ് നമ്മൾ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ ഇപ്പോൾ അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ വളരെ അധികമായി കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ്, ഈറ്റിംഗ് ഹാബിറ്റ്സ് അതൊക്കെ ആകാം അതിനൊരു കാരണം. ചില കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 4 ഒരാൾക്ക് പ്രഷർ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എങ്ങനെ നമുക്ക് പ്രഷർ കൂടുതലാണോ അല്ലെങ്കിൽ അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ ചിലവർക്ക് ലക്ഷണങ്ങൾ യാതൊന്നും തന്നെ ഒന്നും കാണണമെന്നില്ല. ചിലവർക്ക് അമിതമായിട്ടുള്ള തലവേദന, തലയ്ക്കൊരു വിങ്ങല് പോലെ, തലയ്ക്കൊരു ഭാരം പോലെ, നടക്കുമ്പോൾ വേച്ചു പോകുന്നത് പോലെയോ, ഛർദ്ദിക്കാൻ പറ്റുന്ന പോലത്തെ ടെൻഡൻസീസ് ഒക്കെ വന്നിരിക്കും. പക്ഷേ ചിലവർക്ക് ഈ സിംറ്റംസ് യാതൊരുവിധ രോഗലക്ഷണങ്ങളും കണ്ടില്ലെന്ന് വരാം. അങ്ങനെയുള്ളവർക്ക് പ്രഷർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഏക വഴി ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഇനി ഒരാൾക്ക് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നിരിക്കുക, അതിനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത്? ബേസിക്കലി നമ്മളൊരു 4 പില്ലർ അപ്രോച്ച് ആണ് പറയപ്പെടുന്നത്. ഫസ്റ്റ്, മെഡിക്കേഷൻസ്, അതായത് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുക. അത് ഡോക്ടറിനെ കണ്ടതിന് ശേഷം വേണം നമ്മൾ മരുന്ന് ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കുക. കാരണം പല കാറ്റഗറീസ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അപ്പൊ ഏത് ടൈപ്പ് മെഡിസിൻ ആണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഡോക്ടറിനെ കണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ, പിന്നെ റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യും. രണ്ടാമത്, ഡയറ്റ്. നമ്മുടെ ഡയറ്റിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ഉപ്പിന്റെ അളവ് കുറയ്ക്കണം. ലോ സോൾട്ട് ഡയറ്റ് ആണ് നമ്മൾ പറയുന്നത്. പിന്നീട് കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുക, കൊളസ്ട്രോൾ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഒക്കെ കുറയ്ക്കാൻ പറയും. മൂന്നാമത്തത്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. നമ്മുടെ കൂടുതലും ഇപ്പോൾ കാണുന്നത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അതായത് കൂടുതലും ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇരുന്നുകൊണ്ടുള്ള ജോലിയാണ്, കൂടുതലും നമ്മൾ ദേഹം അനങ്ങിയിട്ടുള്ള ജോലികളല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ പറയാറുണ്ട്. ഇപ്പോൾ ജിമ്മിലൊന്നും പോയി വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഈവനിങ് ടൈമിൽ ഒരു 20-30 മിനിറ്റ്സ് ബ്രിസ്ക് വാക്കിംഗ്, കൈയൊക്കെ വീശി നടക്കുക, അല്ലെങ്കിൽ ജോഗ് ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം, സ്വിമ്മിങ്, ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ഈ BP നമ്മളെ കൺട്രോൾ ചെയ്യാൻ സഹായകമാണ്. പിന്നെയുള്ളത് സ്ട്രെസ് മാനേജ് ചെയ്യാം. യൂഷ്വലി സ്ട്രെസ് മാനേജ് ചെയ്യാൻ നമ്മൾ ഈ പറയുന്നത് ഡീപ് ബ്രീതിങ് എക്സസൈസോ മെഡിറ്റേഷനോ യോഗയോ അങ്ങനെ എന്തെങ്കിലും ആകും. അപ്പം ഈ സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ ഡേ നമുക്ക് അമിതമായ രക്തസമ്മർദ്ദത്തെ കുറിച്ച് കൂടുതൽ അറിയാനും ബാക്കിയുള്ളവരിലേക്ക് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. നമ്മുടെ ഹെൽത്ത് നമ്മുടെ കൈകളിലാണ്. അപ്പൊ ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷനെ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.